നരേന്ദ്രമോദിയെ തള്ളി വീണ്ടും ട്രംപ് രംഗത്ത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ US മധ്യസ്ഥത വഹിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര കരാർ ഉപയോഗിച്ചുവെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. US കമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് US കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത്. ഇതോടെ ഇതുവരെ പ്രസ്താവനകളിൽ മാത്രമായി ഒതുങ്ങി നിന്ന അവകാശവാദങ്ങൾക്ക് ഔദ്യോഗിക സ്വഭാവം കൈവന്നു. അതേസമയം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നത് ഉഭയസമ്മത പ്രകാരമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഡൽഹിയിൽ നടന്ന NDA നേതാക്കളുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത്. വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നെന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായത് പ്രസിഡന്റ് ഇടപെട്ട് ഇരു രാജ്യങ്ങൾക്കും US-ഉമായി വ്യാപാര ബന്ധത്തിന് അനുമതി നൽകിക്കൊണ്ട് മാത്രമാണെന്ന് ഹൊവാർഡ് ലുട്നിക് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇതോടെ ക്രെഡിറ്റ് US-ന് സ്വന്തമാകുന്നു. അതുവഴി ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമായിരുന്ന യുദ്ധം ഒഴിവാക്കാനായി. ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരായ കേസുകളിൽ വാദം കേൾക്കവെയാണ് ഹൊവാർഡ് ലുട്നിക് സത്യവാങ്മൂലം സമർപ്പിച്ചത്. വ്യാപാര നയങ്ങൾക്കെതിരായ ഏതൊരു വിധിയും മേഖലയിലെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയായി മാറുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നതിന് ഇടയാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെന്ന് വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാധ്യമപ്രവർത്തകനായ രാജീവ് സർദേശായി ട്വീറ്റും ചെയ്തിട്ടുണ്ട്. US സർക്കാർ കോടതിയിൽ നുണ പറഞ്ഞിട്ടുണ്ടോ, അതോ ഈ വെടിനിർത്തൽ കരാറിന് പിന്നിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടോ എന്നും സർദേശായി ട്വീറ്റിൽ ചോദിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാൻ വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തുടർച്ചയായി തള്ളിക്കളഞ്ഞിരുന്നു. വെടിനിർത്തണമെന്ന ആവശ്യം പാകിസ്ഥാനാണ് ഉന്നയിച്ചതെന്നും അതനുസരിച്ചാണ് ചർച്ചകൾ നടന്നതെന്നും ഇന്ത്യ വിശദീകരിച്ചിരുന്നു. ഇതേപോലെ ട്രംപിന്റെ വ്യാപാര നയങ്ങളെ അനുകൂലിച്ച സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എന്നിവരും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരെ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിലെ വാദം കേൾക്കവെയാണ് US സർക്കാരിന്റെ ഈ അവകാശവാദങ്ങൾ. മാൻഹാട്ടനിലെ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലാണ് വാദം കേട്ടത്. അതേസമയം മറ്റ് രാജ്യങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിനില്ലെന്നാണ് കോടതി വിധിച്ചത്. ലിബറേഷൻ ഡേ താരിഫ് എന്ന പേരിൽ ഇന്ത്യ ഉൾപ്പെടെ 100-ലധികം രാജ്യങ്ങൾക്കെതിരെ ട്രംപ് നികുതി ചുമത്തിയിരുന്നു. ഈ നീക്കം തടഞ്ഞ കോടതി നടപടി പിൻവലിക്കാൻ 10 ദിവസത്തെ സമയവും നൽകി. ഇതിനെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.